ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന് എൻ്റെ ബ്രദർ നാട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഉമ്മ പത്തലിടുന്നുണ്ടായിന്, നാസ്തന പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് ചായ റെഡിയാക്കി മോനിക്കുള്ള പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വേഗം ഒരു ഗ്ലാസ് ചായയും ഒരു പുഴുങ്ങിയ മുട്ടയും കഴിച്ചിട്ട് വേഗം ഉമ്മാൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. ഇന്ന് രാത്രിത്തെ നാസ്ത മന്തിയാണ്. അപ്പോൾ മന്തിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. വീട്ടിൽ എൻ്റെ ഇക്കയും മോനും പിന്നെ എൻ്റെ ഒരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ. അവരൊന്നും എണീച്ചിട്ടില്ല. മോൻ എണീക്കുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞാൻ ഉമ്മി രാവിലെ തന്നെ ഇറങ്ങിയിട്ട്. പിന്നെ എൻ്റെ ഏട്ടത്തി ഹസ്ബൻഡ് വീട്ടിലാണ് ഉള്ളത്. അവർ ഇന്ന് വരുവേ ഉള്ളൂ, രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ വേഗം സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇവിടെ ഗ്രീൻസിൽ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. പിന്നെ ഈ പാത്രത്തിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അത് എടുത്തിട്ടില്ലെങ്കിലും അതിങ്ങനെ വെറുതെ നോക്കിക്കാനും ഒരു രസമാണ് കേട്ടോ. അങ്ങനെ സാധനം നമ്മളെല്ലാം വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചേട്ടാ. അപ്പോൾ ചിക്കനും കൂടി വാങ്ങിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചിക്കന് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. പിന്നെ നമ്മൾ ഓട്ടോ ഇറങ്ങിയതിൻ്റെ അവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പീടിയുണ്ട്. അവിടെ നിന്ന് ഞാൻ ലൈമെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. നല്ല തണുത്ത് ഭയങ്കര ചൂടായിന് കേട്ടോ, നല്ല വെയിലുണ്ടായിന്. ഇങ്ങനെ ലൈമെല്ലാം കുടിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ടെല്ലാം നിന്നിട്ടാ. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, മറന്നുപോയി. പിന്നെ എനിക്ക് ചിക്കൻ കഴുകി പിന്നെ ഉമ്മ മന്തീൻ്റെ റൈസ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. ഞാൻ മന്തി മസാലേൻ്റെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. പിന്നെ ഉച്ചക്കത്തെ പണി ഉമ്മയും താത്തയും കൂടി ചെയ്യുന്നുണ്ടായിന് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇന്ന് പത്തലും ചിക്കൻ കറിയല്ല, ബോട്ടി കറിയും ബീഫ് കറിയായിട്ട് ഉണ്ടായത്. ബീഫ് കറി താത്ത കുഞ്ഞളാൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ബോട്ടി നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിന്, ആ കറിയാണിത്. പിന്നെ നാസ്തയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചെന്നേ ഉണ്ടായിട്ടുള്ളൂ. നാസ്ത കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റെഡിയാക്കിയതല്ലോ. അതെല്ലാം റെഡിയാക്കി കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ മോനെ കുളിപ്പിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ചിക്കൻ കറി പാർട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കറി. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ വേഗം അടുപ്പത്താക്കി ഞാൻ കുക്കറിലാട്ടാ ഇത് ഉണ്ടാക്കുന്നത്. കാരണം 2 വിസിലുകൊണ്ട് ചിക്കന് വെന്ത് കിട്ടുമല്ലോ. മറ്റേതാകുമ്പോൾ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല്, കുക്കറിൽ വേവിച്ചെടുക്കും. ഇന്നൊന്നാമത് ടൈമും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോനിക്കെല്ലാം ഫുഡ് കൊടുത്ത് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേട്ടാ. ഇന്ന് സെയിം ചിക്കൻ കറിയും പിന്നെ ബീഫ് കറിയും ഉണ്ടായിന്, ചോറും ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായിന് കേട്ടോ. നമ്മളെല്ലാവരും മാറ്റിക്കഴിഞ്ഞിട്ട് മോനെ ലാസ്റ്റ് മാറ്റിക്കുള്ളൂ. കാരണം ഓനെ ഫസ്റ്റ് മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും മാറ്റാൻ കഴിയില്ല. കാരണം കരഞ്ഞിരിക്കും. കാരണം ഓനിക്ക് മാറ്റി ആ സ്പോട്ടിൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും കരഞ്ഞ് സീനാക്കും. പിന്നെ നമ്മളെല്ലാവരും മാറ്റി പിന്നെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മന്തി റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ വണ്ടി അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ, റോട്ടിലേക്ക്. ഉമ്മയും ഉപ്പയും വരുന്നില്ല, ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. ഞാനും എൻ്റെ ഇത്താത്തയും നമ്മളെ 2 ഹസ്ബൻഡും പിന്നെ ബ്രദറിൻ്റെ വൈഫും അവരുടെ മക്കളും, അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വേറെ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ വണ്ടി വന്ന് നമ്മളങ്ങോട്ടേക്ക് പോക്കാണ്. നമ്മൾ ഇവിടെയാണ് മട്ടന്നൂർ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. വൈകുന്നേര സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇക്കാക്ക് അവിടെ 6 മണിയാകുമ്പോൾ ലാൻഡ് ചെയ്യും. നമ്മളിവിടുന്ന് ഒരു 5 മണി ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിന്. 6:30ക്കാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിന്. പിന്നെ ഇക്കാക്കിനെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് പോസ്റ്റായി പോയിട്ടുണ്ടായിന്. പ്രശ്നമൊന്നുമില്ല, കുറച്ച് ടൈം ഒന്ന് പോസ്റ്റായി നമ്മൾ പുറത്ത് നിന്നിട്ടുണ്ടായിന്. ഫ്ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ടായിന്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് ഇക്കാക്കിയാണെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇക്കാക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എത്തിയിട്ടാണ്. മക്കളും നമ്മളും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ ഹനു ബേബീനെ ഇപ്പോഴാണ് കാണുന്നത്. പ്രസവിച്ചിട്ട് NICയിൽ
ഉണ്ടായ സമയത്ത് കണ്ടതാണ്. പിന്നെ വീഡിയോ കോളിൽ കാണുന്നല്ലാണ്ട് ഇപ്പോഴാണ് നേരിട്ടൊന്ന് ആളൊന്ന് കാണുന്നത്. ഇപ്പോൾ ആൾക്കിപ്പോൾ 8 മന്ത് ആയല്ലോ. അപ്പോൾ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഹനു ബേബി മുഖവും തൊപ്പിയെല്ലാം തൊട്ടൊക്കെയാണ് അവൾ വീഡിയോ കോളിലെല്ലാം കാണുന്നുള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും അപ്പോഴത്തേക്ക് വണ്ടി വന്ന് നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി പിന്നെ ഉപ്പ കെട്ടിപ്പിടിക്കലും ഉമ്മ കെട്ടിപ്പിടിക്കലും കരയലും ഒന്നും പറയണ്ട. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ എൻ്റെ മോനെ കണ്ടിട്ടില്ലേ കുപ്പായം ഇടാണ്ട് തിരിച്ച് വീട്ടിലെത്തിയത്. പോകുമ്പോൾ നല്ല കുപ്പായെല്ലാം ഇട്ട് ചെത്തിൽ പോയതേനു. വരുമ്പോൾ കുപ്പായൊന്നുമില്ല. വണ്ടിയിൽ നിന്ന് ഇവിടെ എത്താനായ നമ്മൾ വീടെത്താനായ സമയത്ത് ആൾ നല്ലോണം ഛർദ്ദിച്ച് ഫുള്ള് ഡ്രസ്സിലെല്ലാം ഛർദ്ദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ ഡ്രസ്സ് കഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ വീട്ടിലെത്തി ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ ഭയങ്കര തലവേദനയായിരുന്നു. വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് പിന്നെ നാസ്തിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാ. അവർ വേഗം തിരിച്ച് ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ ഇന്ന് തന്നെ. ഇവിടെ നിൽക്കുന്നില്ല, കാരണം അവർക്ക് പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഇക്കാക്ക അർജൻറ്റായിട്ട് നാട്ടിലേക്ക് വന്നതും ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം. എറണാകുളത്ത് മോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് വേഗം നാസ്ത കഴിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് ഈ പെട്ടി പൊട്ടിക്കൽ. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കാണ്ട് ഒരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ മക്കളാണെങ്കിൽ പെട്ടിയിൽ ഫുള്ള് ചുറ്റി നിന്നിട്ടുമുണ്ട്. പിന്നെ ഇവർക്കാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്കും പോകില്ല. അതുകൊണ്ട് പിന്നെ വേഗം അതെല്ലാം ഒന്ന് തീർത്ത് വെച്ച് പെട്ടി പൊട്ടിക്കൽ. ഇങ്ങനെ പെട്ടി പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്നു, ഓരോ സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. പെട്ടി പൊട്ടിക്കലും വർത്താനം പറച്ചിലും എല്ലാം കഴിഞ്ഞ് ഇക്കാക്ക തിരിച്ച് വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഉപ്പയാണ് കൊണ്ടാക്കുന്നത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം നിച്ചു റിനു വ്ളോഗ്സ്.